പരിഹാസ്യമായി ഇടതുമുന്നണിയുടെ കേന്ദ്രവിരുദ്ധ സമരം. മോദി സർക്കാർ അനുവദിച്ച തുക പോലും ചെലവഴിക്കാതെയാണ് സർക്കാരിന്റെയും ഇടതുമുന്നണിയുടെയും കേന്ദ്രവിരുദ്ധ സമരം അരങ്ങേറിയത്. LDF സത്യാഗ്രഹ സമരം തെരഞ്ഞെടുപ്പ് തന്ത്രമെന്നാണ് സമൂഹമാധ്യമങ്ങളടക്കം ഉയരുന്ന വിമർശനം. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന കടുത്ത സാമ്പത്തിക ഉപരോധത്തിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. അർഹിച്ച ആനുകൂല്യങ്ങൾ നൽകുന്നില്ല, കേന്ദ്രം ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു തുടങ്ങിയതാണ് സംസ്ഥാന സർക്കാർ നടത്തുന്ന ആക്ഷേപങ്ങൾ. എന്നാൽ കേന്ദ്രം അനുവദിക്കുന്ന തുക പോലും കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. വിവിധ പദ്ധതികൾക്കായി കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത്. വികസന കാര്യത്തിൽ കേരളത്തോട് മോദി സർക്കാർ യാതൊരുവിധ പക്ഷപാതവും കാണിക്കാതെയാണ് തുക അനുവദിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം ഇത് നഷ്ടപ്പെടുകയാണ്. വിവിധ വകുപ്പുകൾക്കായി അനുവദിച്ച തുക ചിലവാക്കാതെ വന്നതോടെ നബാർഡ് ചീഫ് ജനറൽ മാനേജർ തുക നഷ്ടമാകരുതെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. വിവിധ വകുപ്പുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് 900 കോടി രൂപയാണ് നബാർഡ് അനുവദിച്ചത്. എന്നാൽ 215 കോടി മാത്രം ചെലവഴിക്കുകയും 685 കോടി നഷ്ടപ്പെടുത്തുകയും ചെയ്തു. പ്രാദേശിക തലത്തിൽ സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന പദ്ധതികളാണ് അധികൃതരുടെ അനാസ്ഥയിൽ നഷ്ടമായത്. ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെയാണ് ഇടതുമുന്നണിയുടെ പരിഹാസ സമരം. വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ട് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടത്തിയ കേന്ദ്രവിരുദ്ധ സമരം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പരിഹാസ്യമായി മാറി. വിമർശനങ്ങളായും ട്രോളുകളായും നിരവധി പേരാണ് ഇതിനോടകം തന്നെ രംഗത്തെത്തിയത്. ജനം, തിരുവനന്തപുരം.